ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगण ललिता शिविशाखान्वितं ये कृष्णा करुणा सिन्धु दीनबन्धु जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते। तप्त काञ्चन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालय कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्णा हरि ओम तत्सत। നമ്മൾ വായിക്കുന്ന ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 7 16ാമത്തെ ശ്ലോകം മുതൽക്കാണ് കേട്ടോ. ചതുർവിധാ ഭജന്തെ മാം ജനാ സുകൃതിനോ അർജുന ആർത്ഥോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. ചതുർവിധാ ഭജന്തെ മാം ജനാ സുകൃതിനോ അർജുന ആർത്ഥോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. ഓക്കെ, സിമി മാതാജി വായിക്കുന്നു. हरे कृष्णा। चातुर्विधा भजन्ते मां जना सुकृतिनोऽर्जुना अर्थो जिज्ञासुरर्थार्थी ज्ञानी च भारतर्षभा. ट्रांसलेशन अर्चना माताजी. Hare Krishna Prabhuji. Translation: O best among the Bharatas, 4 kinds of pious men begin to render devotional service unto me: the distressed, the desire of wealth, the inquisitive, and he who is searching for knowledge of the Absolute. Very good. O best among the Bharatas, 4 kinds of pious men begin to render devotional service unto me: the distressed, the desirer of wealth, the inquisitive, and he who is searching for knowledge of the Absolute. 4 കാറ്റഗറീസിലുള്ള ആൾക്കാർ എന്നെ സമീപിക്കും എന്നാണ് പറയുന്നത്. നല്ല മഴ പെയ്യുന്നു ഇവിടെ. 4 കാറ്റഗറീസിലുള്ള ആൾക്കാരെ എന്നെ സമീപിക്കും. അപ്പൊ ഇതിന്റെ മുമ്പത്തെ ശ്ലോകത്തില് 15ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത് 4 വിധത്തിൽ ആൾക്കാരെ എന്നെ സമീപിക്കില്ല എന്നാണ് പറഞ്ഞത്. ആരൊക്കെയാണ് അവര്? എന്നാണ് ശ്ലോകം? പ്രപദ്യന്തേ നരാധമ ജ്ഞാനിച്ച മായയാ മായയാപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിത. 4 തരത്തിലുള്ള ആൾക്കാരെ എന്നെ സമീപിക്കില്ല. ആരാണ്? നമാം ദുഷ്കൃതിനോ മൂഢ. ദുഷ്കൃതി ഉള്ള ആൾക്കാര്, അതായത് മൂഢന്മാര്, ഫൂൾസ്. പിന്നെ ആരാണ്? പ്രപദ്യന്തേ നരാധമ, ലോവസ്റ്റ് ഓഫ് ദ മാൻകൈൻഡ്, അധമന്മാരായിട്ട് ആൾക്കാർ. അൺകൾച്ചേർഡ്, അൺസിവിലൈസ്ഡ് ആൾക്കാർ. ഓക്കെ, ഫൂൾസ്, വിഡ്ഢികള്, റാസ്കൽസ്. പ്രഭുപാദരുടെ ലാംഗ്വേജ് പറയുമ്പോൾ റാസ്കൽസ്, ഫൂൾസ്. അവരെ എന്നെ സമീപിക്കില്ല. പിന്നെ നരാധമന്മാര്, ലോവസ്റ്റ് ഓഫ് ദ മാൻകൈൻഡ്സ്, അധമന്മാരാണ്. ഹരേ കൃഷ്ണ. അവര് അധമന്മാരാണ്. അവര് അൺസിവിലൈസ്, അൺകൾച്ചർഡ് ആൾക്കാർ. പ്രപദ്യന്തേ നരാധമ മായയ അപഹൃത ജ്ഞാനം, മായ കൊണ്ട് ജ്ഞാനത്തെ അപഹരിച്ച ആൾക്കാർ. ജ്ഞാനമില്ല അവർക്ക്. അതായത് ഈ ഇല്യൂഷനില്, ഈ മായാലോകത്തില് അവരുടെ ജ്ഞാനം നഷ്ടപ്പെട്ടു പോയി. ആസുരം ഭാവം ആശ്രിത. ആസുരഭാവ, ആസുരവൃത്തി ആരാണ്?
ഏത്തിസ്റ്റിക് മെന്റാലിറ്റി, അതായത് ദൈവത്തിൽ ഒരിക്കലും വിശ്വാസമില്ലാത്ത ആൾക്കാരെ. അങ്ങനെ 4 തരത്തിലുള്ള ആൾക്കാരെ എന്നെ സമീപിക്കില്ല എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ ഈ ശ്ലോകത്തില് 16-ാമത്തെ ശ്ലോകത്തില് 16 അല്ലേ, 16-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് 4 തരത്തിലുള്ള ആൾക്കാരെ എന്നെ സമീപിക്കും. ആരാണ്? ദ ഡിസ്ട്രസ്ഡ്. ഓക്കെ, നമുക്ക് പലതരത്തിലുള്ള ഡിസ്ട്രസ്സും ഉണ്ടായിരിക്കും അല്ലെ, ദുഃഖങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ ദുഃഖങ്ങളെ ഒരു പരിഹാരം കാണാൻ, ദുഃഖത്തിനൊരു പരിഹാരം കാണാൻ നമ്മൾ ഭഗവാനെ സമീപിക്കും. നമ്മൾ ക്ഷേത്രത്തിൽ പോയി പല വഴിപാടുകൾ കഴിക്കും. ഹെൽത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഫാമിലി പ്രോബ്ലം ഉണ്ടെങ്കിൽ, കുട്ടികളുടെ പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ, അങ്ങനെ പല പല പ്രോബ്ലംസ് ഉണ്ട്. ഭൗതിക തലത്തിൽ നമുക്ക് ഒന്നല്ല അനേകം പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം പരിഹാരത്തിന് നമ്മൾ ഭഗവാനെ സമീപിക്കും. അതാണ് ഡിസ്ട്രസ്. ഡിസൈറർ ഓഫ് വെൽത്ത്, നമുക്ക് പണം വേണമെങ്കിലും ഭഗവാന്റെ അടുത്ത്, ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് ഭഗവാന്റെ അവിടെ പോയിട്ട് ഒഴിഞ്ഞിട്ട് പോക്കറ്റിലിട്ട് വരും, എന്നാ ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ പൈസ എല്ലാവർക്കും വേണം. പൈസയ്ക്ക് ആവശ്യമുള്ളപ്പോൾ 10 റുപ്യ കൊടുത്താൽ നമുക്ക് 10 റുപ്യ ഉണ്ടിപ്പെട്ടിയിലിട്ട് 1 മില്യൺ നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. എല്ലാവർക്കും പൈസ വേണം. ഓക്കെ, അപ്പോൾ ഭഗവാനെ പിടിക്കും. അയ്യപ്പനെയൊക്കെ ഒരു പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ട്. ബിസിനസ് നടത്തി പ്രോഫിറ്റ് കിട്ടിയാൽ 25% അയ്യപ്പൻ എന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അത് അവരെ മുണ്ടിപ്പെട്ടി അല്ലെങ്കിൽ തിരുപ്പതി ബാലാജിക്ക് അങ്ങനെ ചെയ്യുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയാണ് ബണ്ടിലായിട്ട് അവിടെ ചെന്നിട്ട് വീഴുന്നത്. അപ്പോൾ ഡിസൈറർ ഓഫ് വെൽത്ത്, ദ ഇൻക്വിസിറ്റീവ്. എന്താണ് ഇൻക്വിസിറ്റീവ്? ആകാംക്ഷ. എന്താണ്? ഞാൻ ആരാണ്? ഈ പ്രപഞ്ചം എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? എൻ്റെ ഈ ഇവിടെ ജന്മമെടുത്തതിൻ്റെ ഉദ്ദേശം എന്താണ്? ഭഗവാൻ ആരാണ്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർ. ഓക്കെ, ഇൻക്വിസിറ്റീവ്. ആൻഡ് ഹി ഈസ് സെർച്ചിങ് ഫോർ നോളേജ് ഓഫ് ദ അബ്സല്യൂട്ട്. പിന്നെ നമ്മുടെ പൂർണ്ണപുരുഷോത്തം ഭഗവാൻ അന്വേഷിച്ച് ആ ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ജ്ഞാനികൾ. ഇവരെല്ലാം 4 തരത്തിലുള്ള ആൾക്കാരാണ് എന്നെ സമീപിക്കുകയാണെന്നാണ് ഭഗവാൻ. ഇപ്പൊ ആദ്യത്തെ ശ്ലോകത്തിൽ 15 4 തരത്തിലുള്ള ആൾക്കാരെ എന്നെ സമീപിക്കില്ല. ഈ ശ്ലോകത്തിൽ 4 തരത്തിലുള്ള ആൾക്കാരെ സമീപിക്കും. അപ്പൊ ആദ്യത്തെ 15-ാമത്തെ ശ്ലോകത്തിലെ 4 തരത്തിലുള്ള ആൾക്കാരെ എങ്ങനെയാണ് സംബോധന ചെയ്തിരിക്കുന്നത് ഭഗവാൻ? ഏത് തരത്തിലുള്ള, ഏത് കാറ്റഗറിയാണ്? നമാം ദുഷ്കൃതിനോ അല്ലേ? പിന്നെ ഇതിലെന്താണ് സംബോധന ചെയ്തിരിക്കുന്നത്? സുകൃതിനോ അല്ലേ? അപ്പൊ ഇത് സത്കർമ്മം ചെയ്യുന്ന ആൾക്കാരും മറ്റത് ദുഷ്കർമ്മം ചെയ്യുന്ന ആൾക്കാരും. അപ്പൊ ദുഷ്കർമ്മം ചെയ്യുന്ന ആൾക്കാർക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. സത്കർമ്മം ചെയ്യുന്ന ആൾക്കാരെ ഭഗവാനെ സമീപിക്കാൻ പറ്റും. ഭഗവാൻ അതിനെ എന്റർടൈൻ ചെയ്യും. പക്ഷേ അത് ശുദ്ധ ഭക്തിയല്ല. അത് അവനവന്റെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഉപായം മാത്രമാണ്. അതാണ് പറയുന്നത്. അപ്പോൾ ഓ ബെസ്റ്റ് എമംഗ് ദ ഭാരതാസ് 4 kinds of pious men. മറ്റേത് ഇംപയസ് ആണ്. Begin to render devotional service unto me, the distressed, the desirer of wealth, the inquisitive, and he who is searching for knowledge of the absolute. So unlike the miscreants, these are adherents of the regulatory principles of the scriptures, and they are called sukrdana. അപ്പൊ ഇവരെല്ലാം നമ്മളുടെ എന്താണ് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അതാണ് adherents പറയുന്നത്. ഓക്കെ, അവരെ സുഹൃതം ചെയ്ത ആൾക്കാർ എന്നാണ് പറയുന്നത്. ഓർ ദോസ് ഹു ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ സ്ക്രിപ്റ്റേഴ്സ്, ദ മോറൽ ആൻഡ് ദ സോഷ്യൽ ലോസ്, ആൻഡ് ആർ മോർ ഓർ ലെസ് ഡിവോട്ട് ടു ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. മോർ ഓർ ലെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഫുൾ കംപ്ലീറ്റ്ലി അല്ല. അവർക്ക് ആവശ്യം വരുമ്പോൾ ഭഗവാനെ കാണും. ആവശ്യം വരുമ്പോൾ അവരുടെ അപേക്ഷകളൊക്കെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. അത് ഭഗവാൻ നിറവേറണം. ഭഗവാൻ അത് നിറവേറ്റിയാൽ നല്ലതാണ്, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഭഗവാനെ കുറ്റപ്പെടുത്തും ചെയ്യും. ആ തരത്തിലുള്ള ആൾക്കാർ. Devote to the Supreme Lord. Out of this, there are 4 classes of men: those who are sometimes distressed, those who are in need of money, those who are sometimes inquisitive, and those who are sometimes searching after knowledge of the absolute truth. ഈ 4 തരത്തിലുള്ള ആൾക്കാർ. These persons come to the Supreme Lord
ഫോർ ഡിവോഷണൽ സർവീസ് അണ്ടർ ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഭഗവാനെ സമീപിക്കുന്നത്. എല്ലാവർക്കും ഒരേ കാരണം ഒന്നും ആയിക്കൊള്ളുന്ന നിർബന്ധമില്ല. ചില ആൾക്കാർക്ക് ഹെൽത്ത് പ്രോബ്ലം ആയിരിക്കും, ചില ആൾക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കും, ചില ആൾക്കാർക്ക് ഇത് ജ്ഞാനം, കൂടുതൽ അറിവ് ഇതിനെപ്പറ്റി, പ്രപഞ്ചത്തെ പറ്റിയിട്ടും ആത്മാവിനെ പറ്റിയിട്ടും പരമാത്മാവിനെ പറ്റിയിട്ടുള്ള പല പല അറിവ് നേടാൻ വേണ്ടിയിട്ടായിരിക്കും. ചില ആൾക്കാർ വയസ്സാണ്, അവർക്ക് അറിയാം ഈ ഭൗതിക ജീവിതം വളരെ വളരെ എന്താണ് ബുദ്ധിമുട്ടുള്ള ക്ലേശഭരിതമായിട്ടുള്ള ഈ ഭൗതിക ജീവിതത്തിന് എങ്ങനെയെങ്കിലും ഒരു നിവൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഭഗവാനെ സമീപിക്കുന്നു. അജ്ഞാനികൾ, ദർ വൈസ്. സോ these are not pure devotees. അവർ ശുദ്ധ ഭക്തന്മാരല്ല. ബിക്കോസ് they have some aspiration to fulfill in exchange for devotional service. ഒരു റെസിപ്രോക്കൽ ഡീലിങ്സ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, ഭഗവാൻ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ തരുന്നു. അപ്പോൾ ഒരു ഡീലാണ് അവിടെ, ഗിവ് ആൻഡ് ടേക്ക്. അത് പ്യുവർ അല്ല. പ്യുവർ എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടീഷൻസ് അറ്റാച്ച്ഡ് ആവില്ല. നോ സ്ട്രിങ്സ് അറ്റാച്ച്, നോ കണ്ടീഷൻ അറ്റാച്ച്. പ്യുവർ ഡിവോഷണൽ സർവീസിന് യാതൊരു കണ്ടീഷൻസ് ഉണ്ടാവില്ല. പ്യുവർ ഡിവോഷണൽ സർവീസ് ഇസ് വിതൗട്ട് ആസ്പിറേഷൻ ആൻഡ് വിതൗട്ട് ഡിസയർ ഫോർ മെറ്റീരിയൽ പ്രോഫിറ്റ്. ഭൗതിക തലത്തിലുള്ള ഒരു ആഗ്രഹം അവിടെ ഉണ്ടായിരിക്കില്ല ശുദ്ധമായിട്ടുള്ള ഭക്തിക്ക്. The Bhakti Rasamrita Sindhu 1.1.11 defines pure devotion thus: Anyabhilashita shunyam jnana karmadhyanavritam anukulyena krishnanushilanam bhaktiruttam. Anya abhilashita, അശൂന്യമായിരിക്കണം, void, zero. ഒരു അഭിലാഷം പാടില്ല, എക്സെപ്റ്റ് ഏത് അഭിലാഷം? സിമി മാതാജി. Doing everything in favor of Krishna. Just to please, for the pleasure of Krishna. നമ്മൾ ചെയ്യുന്നതെല്ലാം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ആയിരിക്കണം. ആ അഭിലാഷം ഒഴിച്ച് വേറെ ഒരു ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളും പാടില്ല. ശൂന്യമായിരിക്കണം, സീറോ. അതിന് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ജ്ഞാന കർമ്മ ആദി അനാവൃതം. ഓക്കെ, അപ്പൊ ജ്ഞാനമാർഗം, കർമ്മം, അത് ജ്ഞാന യോഗ, കർമ്മയോഗ, ആദി എറ്റ്സെട്ര, ധ്യാനം എല്ലാം വന്നു. അതായത് ഭൗതിക തലത്തിലുള്ള മെറ്റീരിയൽ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നത് ഒന്നും അനാവൃതം, അതൊന്നും പാടില്ല. ഡിവൈഡ് ഓഫ് ഓൾ ദിസ്. പിന്നെ അങ്ങനെ ഇരിക്കണം ആ ഭക്തി. ശുദ്ധ ഭക്തിയെ പറ്റിയിട്ട് പറയുന്നത് പ്യുവർ ഡിവോഷണൽ സർവീസ്. അന്യാഭിലാഷ, ഒരു അഭിലാഷയും പാടില്ല, എക്സെപ്റ്റ് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി, ഭഗവാന്റെ ഒരു ഡിവോഷണൽ എൻജോയ്മെന്റ്, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലാതെ വേറൊരു യാതൊരു അഭിലാഷം നമ്മൾ വെച്ച് പുലർത്താൻ പാടില്ല. എങ്ങനെയുള്ളത്? ജ്ഞാന കർമ്മ ആദി, ജ്ഞാനമാർഗം, പിന്നെ കർമ്മം, ധ്യാനം, അങ്ങനെയുള്ള ആ തരത്തിലുള്ള ഭൗതിക തലത്തിലുള്ള ഒരു അഡ്വാൻസ്മെന്റ്, അപ്ലിഫ്റ്റ്മെന്റ്, അങ്ങനെയുള്ള യാതൊരു ഒരു തരത്തിലുള്ള ആഗ്രഹങ്ങളും വെച്ച് പുലർത്താതെ ആനുകൂല്യാന കൃഷ്ണാനുശീലനം ഭക്തി, അതായത് ഭഗവാൻ കൃഷ്ണന് വേണ്ടിയിട്ടുള്ള ആ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഭക്തി, ഡിവോഷണൽ സർവീസ്, അതാണ് ഉത്തമ ഭക്തി, അതാണ് ശീലനം. ഭക്തി ഉത്തമ. രൂപഗോസ്വാമി ഭക്തി രസാമൃത സിന്ധുവിൽ പറയുന്ന ശ്ലോകമാണിത്. അപ്പോൾ ഉത്തമ ഭക്തി എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ശ്ലോകം കോട്ട് ചെയ്യാം. അന്യാഭിലാഷിത ശൂന്യം ജ്ഞാന കർമാദ്യനാവൃതം ആനുകൂല്യാന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമ എന്നുള്ള ഈ ശ്ലോകം നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. So one should render devotion, transcendental devotion, loving service to the Supreme Lord Krishna favorably and without desire for material profit or gain through fruitive activities or philosophical speculation. That is called pure devotion service. Okay, ഭഗവാൻ കൃഷ്ണനെ പ്രീതിപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തണം. ബാക്കിയെല്ലാം എന്താണ്, അതിൽ കുഴപ്പമൊന്നുമില്ല, അത് പ്രശ്നമൊന്നുമില്ല, അത് ഫോർബിഡൻ അല്ല, അതും സുഹൃതിയാണ്, പക്ഷെ അത് പ്യുവർ അല്ല എന്ന് മാത്രം. എന്താണ്? കർമ്മ മിശ്രഭക്തി, ജ്ഞാന മിശ്രഭക്തി, ശുദ്ധഭക്തി, ഈ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ. എന്താണ് കർമ്മ മിശ്രഭക്തി എന്ന് പറഞ്ഞാൽ? നമ്മൾ കർമ്മം ചെയ്യുന്നത് നമ്മളുടെ കാര്യങ്ങൾ എന്താണ്, അവിടെ ഭക്തി ഉണ്ട് ഭഗവാനോട്, പക്ഷെ അതിലൊരു മോട്ടിവേഷൻ ഉണ്ട്, എക്സ്പെക്ടേഷൻ ഉണ്ട്. ജ്ഞാന മിശ്രഭക്തി, അവിടെയും ഭക്തി ഉണ്ട്. അവിടെ പ്രിഡോമിനൻ്റ് ആയിട്ടാണ് എന്താണ്? ജ്ഞാനമാണ് അവിടെ, ഭക്തിയല്ല. ജ്ഞാന മിശ്രഭക്തി, കർമ്മ മിശ്രഭക്തി. അപ്പോൾ നമ്മുടെ ജ്ഞാനത്തിനും അല്ലെങ്കിൽ കർമ്മത്തിനും, അതായത് ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്, അതാണ് പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്.
ഭക്തിയുണ്ട്, ഭക്തി ഈ കാര്യത്തിന് മാത്രം, അതേ ഉള്ളൂ. പിന്നെന്താണ് ശുദ്ധഭക്തി. അപ്പൊ നമ്മൾ ഇവിടെ വേണ്ടത് നമുക്കൊരു ശുദ്ധ ഭക്തിയാണ് വേണ്ടത്. So that's called pure devotional service. When these 4 kinds of persons come to the Supreme Lord for devotional service and are completely purified by the association of pure devotee, they also become pure devotees. അപ്പൊ ഈ 4 തരത്തിലുള്ള ആൾക്കാര് ഭഗവാന്റെ അടുത്ത് വരുമ്പോൾ അവർ പതുക്കെ പതുക്കെ സ്ലോലി ആൻഡ് ഗ്രാജുവലി അവർ ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ബൈ ദ അസോസിയേഷൻ ഓഫ് എ പ്യൂർ ഡിവോട്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ ഭക്തസംഘത്തിൽ വരുമ്പോൾ, ശുദ്ധമായിട്ടുള്ള ശുദ്ധ ഭക്തന്മാരുടെ സംഘത്തിൽ വരുമ്പോൾ നമ്മൾ സ്ലോലി ആൻഡ് ഗ്രാജുവലി ആ തലത്തിലേക്ക് ഉയരുന്നു. ദേ ആൾസോ ബിക്കം പ്യൂർ ഡിവോട്ടീസ്. നമ്മൾ കുറേ കാലം ഒരു പെർട്ടിക്കുലർ ആളുടെ നമ്മൾ സംസർഗം ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അയാളുടെ ക്വാളിറ്റീസ് നമ്മൾ ഇംബൈബ് ചെയ്യും. അത് നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചെയ്തു. അതേപോലെ നമ്മൾ ഭക്തന്മാരുടെ അസോസിയേഷൻ വരുമ്പോൾ, സംഘത്തിൽ വരുമ്പോൾ അവരുടെ ക്വാളിറ്റീസ് നമ്മൾ സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മൾ ഇംബൈബ് ചെയ്യാൻ തുടങ്ങും. So as far as the miscreants are concerned, for them devotional service is very difficult because their lives are selfish, irregular and without spiritual goals. Okay. Oh, miscreants, ദുഷ്കൃതി, നേരത്തെ 15ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അവർക്ക് ഈ ഭക്തിയുത സേവനം വളരെ ബുദ്ധിമുട്ടാണ്. കാണിച്ചാൽ അവർ സെൽഫിഷാണ്, സ്വാർത്ഥ മനസ്ഥിതിയുള്ള ആൾക്കാരാണ്. അവര് ഡിസിപ്ലിൻഡ് അല്ല, ഇറഗുലർ ആണ്, റെഗുലേറ്റഡ് അല്ല, ആൻഡ് അവർക്ക് ആത്മീയമായിട്ടുള്ള യാതൊരു ലക്ഷ്യവും അവർക്കില്ല. ബട്ട് ഈവൻ സം ഓഫ് ദം, അങ്ങനെയുള്ള ആൾക്കാരും ബൈ ചാൻസ് when they come in contact with the pure devotee also become pure devotees. അവരും പൊട്ടൻഷ്യൽ ആണ്. നല്ല ശുദ്ധ ഭക്തന്മാരുടെ ആ ഒരു സമ്പർക്കത്തിൽ വരുമ്പോൾ അവർക്കും ഭക്തന്മാരായിട്ട് പരിവർത്തനപ്പെടാൻ പറ്റും. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവാണ് അവരുടെ ആ ചാൻസ്. കാണിച്ചാൽ അവർ അഡമൻ്റാണ്. കാണിച്ചാൽ ഈശ്വരനില്ല, ഇതെല്ലാം തെറ്റായിട്ടുള്ള വഴികളാണ്. അവരെന്താണ് ബെഗ്, ബോറോ ആൻഡ് സ്റ്റീൽ. എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഭൗതിക ജീവിതം നന്നായി അടിച്ചു പൊളിച്ച് ജീവിക്കണം, അത്രേ ഉള്ളൂ അവരുടെ ഫിലോസഫി. അത്രയും എൻജോയ് ഹൗ സമോ ബെഗ്, ബോറോ ആൻഡ് സ്റ്റീൽ. അങ്ങനെ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നുള്ള ഇതാണ്. അതുകൊണ്ട് വളരെ ചുരുക്കം ആൾക്കാരെ അങ്ങനെ ഈ 4 തരത്തിലുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാർ ഭഗവാനെ സമീപിക്കുള്ളൂ എന്നാണ്. അതായത് 15th ഈ ശ്ലോകത്തിൽ പറഞ്ഞ് ദുഷ്കൃതനോ മൂഢ. So those who are always busy with fruitive activities come to the Lord in material distress, and at that time associate with pure devotees and become in their distress devoted to Lord. അപ്പോൾ സാധാരണ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്ന ആൾക്കാരെ എന്തെങ്കിലും അവർക്ക് പ്രശ്നങ്ങൾ വന്നാൽ, ക്ലേശങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും അവർ സമീപിക്കുന്ന ഭഗവാന്റെ അടുത്തേക്കായിരിക്കും. അങ്ങനെ ഭഗവാനെ സമീപിക്കുമ്പോൾ എന്താണ്, അവർക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഭക്തന്മാരുടെ സംഘത്തിൽ വരുമ്പോൾ അവർക്ക് ആശ്വാസം കിട്ടുകയും ചെയ്യും. അവർ പതുക്കെ പതുക്കെ ശുദ്ധ ഭക്തന്മാരായിട്ട് തീരും ചെയ്യും. So those who are simply frustrated also come sometimes to associate with the pure devotees and become inquisitive to know about the God. Similarly, when the dry philosophers are frustrated in every field of knowledge, they sometimes want to learn of God, and they come to the Supreme Lord to render devoted service and thus transcend knowledge of the impulse of Brahman and the localized Paramatma and come to the personal conception of Godhead by the grace of the Supreme Lord or his pure devotee. അതേപോലെ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാരും അവരും മടുക്കും. മറ്റൊരു പെർട്ടിക്കുലർ പോയിന്റ് വരുമ്പോൾ സ്പെക്കുലേഷനാണ്. എന്താണ് സ്പെക്കുലേഷൻ? പലതരത്തിലുള്ള ഫിലോസഫിയും അവർ വായിച്ച് ടോട്ടലി കൺഫ്യൂഷൻ ആവും. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിയാതെ ടോട്ടലി കൺഫ്യൂഷൻ ആവുമ്പോൾ അവരും ശുദ്ധ ഭക്തന്മാരുടെ സമ്പർക്കത്തിൽ വരുമ്പോൾ അവർ ഈ ഇമ്പേഴ്സണൽ ബ്രഹ്മന്റെയും ലോക്കലൈസ് പരമാത്മ എന്നുള്ള ആ ഒരു ഫിലോസഫിക്കൽ സ്പെക്കുലേഷന് അവരും ഉയരത്തിലോട്ട് കയറി ഭക്തന്മാരുടെ സമ്പർക്കത്തില് ശുദ്ധഭക്തന്മാരായിട്ട് തീരും. ആരുടെ അനുഗ്രഹം കൊണ്ട്? ഭഗവാന്റെയും ഭഗവാന്റെ ശുദ്ധഭക്തന്മാരുടെയും അനുഗ്രഹം കൊണ്ട്. സ്വന്തം കഴിവിൽ നടക്കില്ല. സ്വന്തം കഴിവില് ഒരിക്കലും ഞാൻ എൻ്റെ കഴിവുകൊണ്ടാണ് ഞാനൊരു ശുദ്ധഭക്തനായി തീർന്നതെന്ന് ആർക്കെങ്കിലും ക്ലെയിം ചെയ്യാൻ പറ്റും? ആർക്കും പറ്റില്ല, ഒരാളും ഇല്ല. എല്ലാവരും അട്ടർ ഹ്യൂമിലിറ്റിയിലായിരിക്കും ശുദ്ധഭക്തന്മാർ മുഴുവൻ. ചൈതന്യ മഹാപ്രഭുവിനെ രൂപ ഗോസ്വാമിയും സനാതന ഗോസ്വാമിയും രാമകേളിയിൽ കണ്ടപ്പോൾ
അവരുടെ വായല് എന്താണ് വൈക്കോല് വെച്ചിട്ടായിരുന്നു വരുന്നത്. ആർട്ടിഫിഷ്യൽ ഹ്യൂമിലിറ്റി അല്ല. എന്താണ് എന്താണ് നമ്മൾ പഠിക്കേണ്ടത് വെച്ചാൽ, അതായത് സമുദായത്തിൽ വളരെ വളരെ ഹൈ പൊസിഷനുള്ള ഒരാളായിരുന്നു ഭൗതിക തലത്തിൽ. അതേപോലെ ഹൈലി സ്കോളർലി ആൾക്കാരായിരുന്നു ആത്മീയ തലത്തിൽ. ഫിലോസഫേഴ്സ്, സ്കോളർ എന്നൊക്കെ പറയാം. എല്ലാ അറിവും ആത്മീയ ജ്ഞാനം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് സമൂഹത്തില് അവര് മെറ്റീരിയലി ആൻഡ് സ്പിരിച്വലി രണ്ട് തലത്തിലും അവർക്ക് ആ ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. മറ്റേ എന്തായിരുന്നു അവര് ഫിനാൻസ് മാനേജറും ഫിനാൻസ് മിനിസ്റ്ററും മറ്റേ ചീഫ് മിനിസ്റ്ററും ഒക്കെ ആയിരുന്നു. ആ പദവിയിലായിരുന്നു സനാതന രൂപ ഗോസ്വാമിമാര്. അപ്പൊ ആ തലത്തിലും അവർ ഉന്നത ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആൾക്കാരായിരുന്നു. പിന്നെ അവർ ആത്മീയ തലത്തിലും നല്ല അറിവുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടപ്പോൾ പറഞ്ഞത്, എല്ലാവരും പറയുന്നു ഞങ്ങൾ സ്കോളേഴ്സാണ്, പണ്ഡിതന്മാരാണ്, പക്ഷെ എനിക്ക് രൂപ ഗോസ്വാമി സനാതൻ പറയും, എനിക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല എന്നാ പറയുന്നത്. അതായത് എൻ്റെ അസ്തിത്വം തന്നെ എനിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വായ തുറന്നൊന്നും പറയാനുള്ള ആ ഒരു അറിവ്, ചോദ്യം ചോദിക്കാനുള്ള ഒരു കഴിവും കൂടിയില്ല. എന്ത് ചോദ്യം ചോദിക്കണം എന്നുള്ള ഒരു കഴിവും കൂടിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും വലിയ ആ ഒരു തലത്തിലുള്ള ആൾക്കാർ അവരുടെ വിനയത്വമാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ അവനവന്റെ കഴിവ് കൊണ്ട് ഒരിക്കലും അവനവൻ ശുദ്ധഭക്തനാവില്ല. മറ്റുള്ളവരുടെ കൃപ കൊണ്ട്, അനുഗ്രഹം കൊണ്ട്, എസ്പെഷ്യലി ഭഗവാന്റെ കൃപ കൊണ്ടും ഭഗവാന്റെ ശുദ്ധഭക്തന്മാരുടെ കൃപ കൊണ്ടും മാത്രമേ നമുക്ക് ആ തലത്തിലേക്ക് ഉയരാൻ പറ്റൂ. അതാണ് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത്. ബൈ ദ ഗ്രേസ് ഓഫ് ദ സുപ്രീം ലോർഡ് ഓർ ഹിസ് പ്യൂർ ഡിവോട്ടി. ഇതിന് അപ്പൊ ഇതിനെ രാമാനുജാചാര്യ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഭക്തിമാർഗവും മറ്റുള്ള മാർഗം, ജ്ഞാനമാർഗവും തമ്മിലുള്ള വ്യത്യാസം. അതായത് എന്താണ് എല്ലാവർക്കും അറിയാം, ആ പൂച്ചയുടെയും മങ്കിയുടെയും അല്ലേ? പൂച്ച തൻ്റെ പൂച്ചക്കുട്ടി എങ്ങനെ കൊണ്ടുവന്നത്, മങ്കി തൻ്റെ കുട്ടിയെ എങ്ങനെ കൊണ്ടുവന്നത്. അപ്പൊ ആ ജ്ഞാനമാർഗവും ഭക്തിമാർഗവും തമ്മിലുള്ള വ്യത്യാസം. ആ ജ്ഞാനമാർഗം എന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവുകൊണ്ടാണ്. സ്വന്തം കഴിവുകൊണ്ട് നമുക്ക് ആർജിച്ചിരിക്കുന്നതാണ് ജ്ഞാനമാർഗം. ഭക്തി അങ്ങനെയല്ല, ഭഗവാന് വിട്ടുകൊടുത്താൽ മതി. ഭഗവാന് ടോട്ടലായിട്ട് നമ്മൾ സറണ്ടർ ചെയ്താൽ മതി, സമർപ്പണം ചെയ്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഭഗവാൻ നോക്കിക്കോളും. എങ്ങനെ പൂച്ച തൻ്റെ കുട്ടിയെ വളരെ സൂക്ഷിച്ചിട്ട് ഒരു പരുക്കും പറ്റാതെ തൻ്റെ വായിൽ കടിച്ചിട്ട് ഒരു സ്ഥലത്ത് മറ്റേ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ, അതേപോലെ ഭഗവാൻ നമ്മുടെ എങ്ങനെ അർജുനന്റെ തേരാളിയായിട്ട് അർജുനന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും നൽകി അർജുനനെ ഒരു ജേതാവായിട്ട് കൊണ്ടുവന്നു അല്ലെ? അപ്പോൾ അതേപോലെയാണ് ഭക്തിമാർഗം, മറ്റത് ജ്ഞാനമാർഗം. ആ സ്വന്തം കഴിവില് നമ്മൾ ഒരിക്കലും വിചാരിച്ച ലക്ഷ്യത്തിൽ എത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ശുദ്ധഭക്തന്മാരുടെയോ അല്ലെങ്കിൽ ഭഗവാന്റെയോ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശുദ്ധഭക്തന്മാരായി തീരാൻ പറ്റൂ എന്നാണ് പറയുന്നത്. So on the whole, when the distressed, the inquisitive, the seekers of knowledge, and those who are in need of money are free from all material desires, and when they fully understand that material remuneration has nothing to do with spiritual improvement, they become pure devotees. ഇതെല്ലാം മറന്ന് ശുദ്ധഭക്തിയിൽ എത്തിയാൽ മാത്രമാണ് നമ്മുടെ ശുദ്ധഭക്തന്മാരാവൂ എന്ന് അറിയണം. As long as such a purified stage is not attained, devotees in transcendental service to the Lord are tainted with fruitive activities, the search for mundane knowledge, etc. So one has to transcend all this before one can come to the stage of pure devotee service. അപ്പോൾ ശുദ്ധഭക്തിയുടെ ആ തലത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ ഇതെല്ലാം നമ്മൾ മറികടക്കണം എന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ജ്ഞാനമാർഗം എന്നുള്ളത് അത്ര ഈസി അല്ല. കാരണം സ്വന്തം പ്രയത്നം കൊണ്ടാണ് നമ്മളുടെ ഈ അക്വയറിങ് നോളജ്, നമുക്ക് കിട്ടുന്ന ജ്ഞാനം തന്നെ രണ്ട് തലത്തിലാണ്, രണ്ട് വഴി കൂടെ നമുക്ക് കിട്ടും. നമുക്കറിയാം, ഒന്ന് ഡിസെൻഡിങ്, ഒന്ന് അസെൻഡിങ്. അസെൻഡിങ് എന്താണ്? അത് ജ്ഞാനികളുടെ മാർഗമാണ്. ഡിസെൻഡിങ് എന്താണ്? അതായത് ഭക്തന്മാരുടെ. ഡിസെൻഡിങ് നമ്മൾ അതോറിറ്റീസിൽ നിന്ന് നമ്മൾ ജ്ഞാനം കൈപ്പറ്റുന്നു. മറ്റത് നമ്മളുടെ സ്വന്തം കഴിവുകൊണ്ട് റിസർച്ച് R&D ചെയ്തിട്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അല്ലേ? ഇപ്പൊ ജ്ഞാനമാർഗം അങ്ങനെയാണ്. മന്ദൻ മിശ്ര പറഞ്ഞിട്ടും ഒരു ഉഭയഭാരതി പണ്ടൊരു
മന്ദൻ മിശ്ര, ഉഭയഭാരതി, അത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ശങ്കരാചാര്യൻ തമ്മിലൊരു ഡിബേറ്റ്, അതായത് ശങ്കരാചാര്യ എല്ലാ സ്ഥലത്തും പോയിട്ട് ഡിബേറ്റ് ചെയ്തിട്ട് എല്ലാവരെയും തോൽപ്പിച്ചിട്ട് ഒരു വിജയം കൈവരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ എല്ലാ സ്ഥലത്തും പോകും ശങ്കരാചാര്യർ. അപ്പോൾ മന്ദൻ മിശ്ര അവിടെ പോയി. അപ്പോൾ മന്ദൻ മിശ്ര എന്ന് പറഞ്ഞാൽ ഒരു ഗൃഹസ്ഥനാണ്. അദ്ദേഹം നല്ല സ്കോളർലിയാണ്, വളരെ, അതായത് ശങ്കരാചാര്യർക്ക് ഈക്വലായിട്ട് നിൽക്കുന്ന ഒരു ഗൃഹസ്ഥ ഡിവോട്ടിയായിരുന്നു, ജ്ഞാനിയായിരുന്നു. അപ്പോൾ ശങ്കരാചാര്യർ ഇദ്ദേഹത്തിനെ ഡിബേറ്റിന് വിളിച്ചു, തർക്കത്തിന്. അപ്പോൾ തർക്കത്തിന് വിളിച്ചപ്പോൾ അതിന് റെഫറി ആയിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, ഇതിന് എക്സാമിനറായിട്ട് ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എന്നൊരു എക്സാമിനർ വേണ്ട, ഒരു റെഫറി ആയിട്ട് വേണ്ടേ. അപ്പോൾ ഒരാൾ വേണം. അപ്പോൾ ആക്ച്വലി ശങ്കരാചാര്യ ചെന്ന സമയത്ത് വ്യാസദേവനും പിന്നെ ജൈമിനി ഋഷിയൊക്കെ അദ്ദേഹം പരിചരിക്കുന്നായിരുന്നു. അതായത് വ്യാസദേവനും ജൈമിനി ഋഷിയൊക്കെ എത്രയോ കാലം മുമ്പുള്ള ആൾക്കാരാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ശക്തി കാണിക്കുകയാണ്, അദ്ദേഹം അവരെ പരിചരിക്കായിരുന്നു ഫിസിക്കലി. അപ്പോൾ അവരോട് റെഫർ ചെയ്യാൻ പറഞ്ഞു, ഓക്കെ, എക്സാമിനറായിട്ട്. അപ്പോൾ പറഞ്ഞു വേണ്ട, അതിനേക്കാളും നല്ലത് ഉഭയഭാരതി. ആരാണ് ഉഭയഭാരതി? മന്ദൻ മിശ്രയുടെ ഭാര്യ. അവർ നല്ല ജ്ഞാനമുള്ള ഒരു യുവതിയായിരുന്നു ഭാര്യ. അപ്പോൾ അവരോട് എക്സാമിനർ ആവാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും വാക്തർക്കത്തിൽ പോയി ദിവസങ്ങളോളം നീണ്ടുനിന്നിട്ട് അപ്പോൾ ആരും ജയിക്കുന്നില്ല, ആരും തോൽക്കുന്നില്ല, അതേപോലെ പോന്നു. പിന്നെ പതുക്കെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഉഭയഭാരതി, അതായത് മന്ദൻ മിശ്രയുടെ കഴുത്തിലുള്ള ആ മാല, അതായത് ഫ്ലവർ ഗാലൻഡ് പൂമാല പതുക്കെ ഫെയ്ഡ് ചെയ്യാൻ തുടങ്ങി. ശങ്കരാചാര്യരുടെ കഴുത്തിലുള്ള മാല അതേപോലെ ഫ്രഷ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഉഭയഭാരതി പറഞ്ഞു, ജേതാവ് ആരാണ്? ശങ്കരാചാര്യനാണ്. കാരണം ഇവിടെ ഈ പൂമാല ഫെയ്ഡ് ചെയ്യാൻ തുടങ്ങി, ഇറ്റ്സ് ഗെറ്റിംഗ് വിതേർഡ് അവേ. അപ്പോൾ ആരാണ് വിന്നറ്? നമ്മളുടെ ശങ്കരാചാര്യാണ്. അപ്പോൾ എന്തായിരുന്നു കണ്ടീഷൻ? ആരാണ് തോൽക്കുന്നത് അവര് മറ്റാളുടെ ശിഷ്യത്വം സ്വീകരിക്കണം എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ശങ്കരാചാര്യ പറഞ്ഞു. അപ്പോൾ ഉഭയഭാരതിയുടെ ഇത് കൺക്ലൂഷൻ, അങ്ങ് തോറ്റിരിക്കുന്നു, ഞാൻ ജയിച്ചിരിക്കുന്നു, അങ്ങ് എൻ്റെ ശിഷ്യത്വം സ്വീകരിക്കണം. അപ്പോൾ ഉഭയഭാരതി പറഞ്ഞു, അതെങ്ങനെ? ഞാൻ മന്ദൻ മിശ്രയുടെ അർദ്ധാംഗിണിയാണ്. നിങ്ങൾ ഒരാളുടെ അതായത് ഹാഫ് ഭാഗം മാത്രമേ നിങ്ങൾ തോൽപ്പിച്ചിട്ടുള്ളൂ. അർദ്ധാംഗിണിയായിട്ടുള്ള എന്നെ തോൽപ്പിച്ചാലേ അദ്ദേഹം ശിഷ്യത്വം സ്വീകരിക്കും. ഞാനും ശിഷ്യത്വം സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ എന്നെയും കൂടി തോൽപ്പിക്കണം. അപ്പോൾ ഈ ഉഭയഭാരതി, അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും വളരെ വളരെ സ്കോളർലിയാണ്. അപ്പോൾ തർക്കത്തിൽ പോകാൻ തുടങ്ങിയപ്പോൾ കുറേ ദിവസം അതും നീണ്ടുന്നു. അപ്പോൾ ഉഭയഭാരതി വിചാരിച്ചു, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ശങ്കരാചാര്യർക്ക് എല്ലാം അറിയാം, പക്ഷെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് നോളജ് അറിയില്ല, കാമശാസ്ത്രത്തിനെ പറ്റി അറിയില്ല. അപ്പോൾ ഉഭയഭാരതി പറഞ്ഞു, ഇനി നാളെ മുതൽക്ക് ഞാൻ തർക്കം ചെയ്യാമെന്ന് കാമശാസ്ത്രത്തിനെ പറ്റി. ശങ്കരാചാര്യ സന്യാസിയാണ്, അദ്ദേഹത്തിന് ഹൗസ് ഹോൾഡ് ലൈഫിന് അറിയില്ല, ഗൃഹസ്ഥാശ്രമത്തിനെ പറ്റി അറിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാൻ പോകണം. അപ്പോൾ ശങ്കരാചാര്യൻ പറഞ്ഞു, എനിക്കൊരു സമയം വേണം, എനിക്കൊരു മാസം സമയം വേണം, എന്നിട്ട് ഈ തർക്കം കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ ഉഭയഭാരതി പറഞ്ഞു, ഓക്കെ ചെയ്യാം, സമ്മതിച്ചു കൊടുത്തു. എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ മനസ്സിലാക്കി അടുത്തുള്ള പ്രദേശത്തെ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ ദേഹം വെടിയാൻ പോവാണ്. ഓക്കെ, ആ സമയത്തിൻ്റെ ഉള്ളിൽ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ എൻ്റെ ദേഹത്തിന് വിട്ടുപോവാണ്, നിങ്ങൾ എൻ്റെ ദേഹത്തിനെ കാത്തു സൂക്ഷിക്കണം, ഞാൻ ഈ ദേഹം വിട്ടുപോവാണ് പറഞ്ഞു കുറച്ച് ദിവസത്തിന്. അപ്പോൾ എൻ്റെ ദേഹം കാത്തു സൂക്ഷിക്കണം പറഞ്ഞു. ദേഹം വിട്ടുപോയി. ആ മരിക്കാൻ പോകുന്ന രാജാവ് മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കയറി. ആര്? ശങ്കരാചാര്യർ. അപ്പോൾ രാജാവിന് വീണ്ടും വളരെ ഉണർവ് വന്നു. അദ്ദേഹം രാജ്ഞികളും അവരുടെ കുടുംബമായിട്ട് എങ്ങനെ ആ രാജാവ് പെരുമാറുന്നു അതേപോലെ പെരുമാറി ഒരു മാസം. അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിലുള്ള എല്ലാ അറിവും നേടി. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്നു, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കയറി. എന്നിട്ട് ഈ വിവാദം കണ്ടിന്യൂ ചെയ്തു, ഉഭയഭാരതിയെ തോൽപ്പിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും ശങ്കരാചാര്യരുടെ ശിഷ്യനായി പറഞ്ഞുള്ള ഒരു കഥയുണ്ട്. ഇതാണ് ജ്ഞാനമാർഗം.
അപ്പൊ അത്ര ഈസി അല്ല ഈ ജ്ഞാനമാർഗം. ഭക്തന്മാർക്ക് വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ഭക്തന്മാർക്ക് എന്താണോ നമ്മള് ഭഗവാൻ അല്ലെങ്കിൽ ഭക്തന്മാർ പറഞ്ഞിരിക്കുന്നത് അത് കേട്ട് അത് പ്രകാരം ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ നമുക്ക് തല്ലിപ്പൊട്ടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ ഈ നമ്മളുടെ മാർഗം എന്ന് പറഞ്ഞാൽ ഭക്തി മാർഗം എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു മാർഗമാണ്. ഹരേ കൃഷ്ണ. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടോ? അല്ലെങ്കിൽ 17 പോവാം. ഹരേ കൃഷ്ണ. 17 അടുത്ത ശ്ലോകം വായിക്കാം. തേഷാം ജ്ഞാനി നിത്യയുക്ത ഏകഭക്തിർവിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനിനോധ്യാർത്ഥം അഹം സാ ച മമ പ്രിയ. തേഷാം ജ്ഞാനി നിത്യയുക്ത ഏകഭക്തിർവിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനിനോധ്യാർത്ഥം അഹം സാ ച മമ പ്രിയ. ഓക്കെ, രൂപേശ്വരി മാതാജൻ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. തേഷാം ജ്ഞാനി നിത്യയുക്ത ഏകഭക്തിർവിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനിനോത്യാർത്ഥം അഹം സാ ച മമ പ്രിയ. ഹരേ കൃഷ്ണ. Hare Krishna Prabhu, Dandavat Pranam. Of these, the one who is in full knowledge and who is always engaged in pure devotional service is the best. For I am very dear to him and he is very dear to me. ഇപ്പോൾ ഇതില് ഈ 4 കാറ്റഗറിയിലെ ആൾക്കാരിൽ ആരാണ് ബെസ്റ്റ് പറയുന്നത്? ഓഫ് ദീസ് ദ വൺ ഹു ഇസ് ഇൻ ഫുൾ നോളജ്, പൂർണ്ണമായിട്ടുള്ള അജ്ഞാനത്തിൽ എത്തിയിട്ടുള്ള ആൾക്കാരെ, ആൻഡ് ഹു ഇസ് ഓൾവേസ് എൻഗേജ് ഇൻ പ്യൂർ ഡിവോഷൻ, ശുദ്ധ ഭക്തി ആ തലത്തിൽ ഭഗവാനെ പൂർണ്ണമായിട്ടും സമർപ്പണം ചെയ്തിട്ട് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാർ ഈസ് ദ ബെസ്റ്റ് ഓഫ് ദ ലോട്ട് ഓഫ് ദാറ്റ്. ഫോർ ഐ ആം വെരി ഡിയർ ടു ഹിം, അങ്ങനത്തെ ആൾക്കാർക്ക് ഞാൻ വളരെ പ്രിയപ്പെട്ടവനാണ്. ആൻഡ് ഈസ് വെരി ഡിയർ ടു മീ എന്നാണ് പറയുന്നത്. സോ ഫ്രീ ഫ്രം ഓൾ കണ്ടാമിനേഷൻസ് ഓഫ് മെറ്റീരിയൽ ഡിസൈർസ്, ദ ഡിസ്ട്രസ്, ദ ഇൻക്വിസിറ്റീവ്, ദ പെനിലെസ് ആൻഡ് ദ സീക്കർ ആഫ്റ്റർ സുപ്രീം നോളേജ് can all become pure devotees. അപ്പോൾ ഈ 4 വിഭാഗത്തിലുള്ള എല്ലാവർക്കും ശുദ്ധഭക്തന്മാരാണ്. There are potential candidates to become pure devotees. So, but out of them, he who is in knowledge of the absolute truth and free from all material desires becomes a really pure devotee of the Lord. അപ്പോൾ ഇതിൽ കൂടുതൽ ചാൻസ് ആർക്കാണ്? ജ്ഞാനി. മറ്റുള്ളവർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്ലോലി ആൻഡ് ഗ്രാജുവലി അവർ ഉയർന്നു വരണം. അപ്പോൾ ഇതാണ്. സോ but out of them he who is in knowledge of the absolute truth and free from all material desires becomes a really pure devotee of the Lord. And of the 4 orders, the devotee who is in full knowledge and is at the same time engaged in devotional service is, the Lord says, the best. അതിൽ എല്ലാറ്റിലും ബെസ്റ്റ് പൂർണ്ണമായിട്ടും ഭഗവാനെ സമർപ്പണം ചെയ്ത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഡിവോഷണൽ ആക്ടിവിറ്റീസിൽ ഇടപെടുന്ന ആ ഒരു ഭക്തനാണ് ദ ബെസ്റ്റ്, ശ്രേഷ്ഠനായിട്ടുള്ളത് എന്ന് പറയുന്നു. ബൈ സെർച്ചിങ് ആഫ്റ്റർ നോളേജ് വൺ റിയലൈസസ് ദാറ്റ് ഹിസ് സെൽഫ് ഇസ് ഡിഫറെന്റ് ഫ്രം ഹിസ് മെറ്റീരിയൽ ബോഡി, ആൻഡ് വെൻ ഫർദർ അഡ്വാൻസ് ഹി കംസ് ടു ദ നോളേജ് ഓഫ് ദ ഇമ്പൾസീവ് ബ്രഹ്മൻ ആൻഡ് പരമാത്മ. അപ്പോൾ സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മളുടെ ഈ ഒരു അറിവ് ഉയർന്ന തലത്തിലേക്ക് പോവാണ്. എന്താണ് പറയുന്നത്? ബൈ സെർച്ചിങ് ആഫ്റ്റർ നോളേജ്, അതായത് ഇൻക്വിസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, ജ്ഞാനികളും അതേപോലെ ജിജ്ഞാസു, ഇവരെല്ലാം എന്താണ്? ബൈ സെർച്ചിങ് ആഫ്റ്റർ നോളേജ്. അങ്ങനെ വൺ റിയലൈസസ് ദാറ്റ് സെൽഫ് ഈസ് ഡിഫറെന്റ് ഫ്രം, അതായത് സെൽഫ് എന്ന് പറഞ്ഞാൽ ആത്മാവ് അല്ലെ. നമ്മൾ സാധാരണ നമ്മൾ ഒരാളെ റെഫർ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൽ കാണുന്ന അദ്ദേഹത്തിന്റെ രൂപമാണ്, നമ്മൾ ആത്മാവിനെ കാണുന്നില്ല. ഓക്കെ, ഇപ്പൊ സുജയ പ്രഭു എന്ന് പറയുമ്പോൾ ഉടനെ എനിക്ക് എന്താ അറിയാം, 6.3 ഇഞ്ച് ഉയരുള്ളത് അല്ലെ? 6.3 ആണോ? Prabhu, yeah, Prabhu, 6 feet 3 inch, Prabhu. അപ്പൊ ഞാൻ എക്സാക്ട്ലി പറഞ്ഞപ്പോ ഞാനൊരു അപ്രോക്സിമേറ്റിലാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ ഒരു പിന്നെ പെർട്ടിക്കുലർ ഷേപ്പ്, പെർട്ടിക്കുലർ ഫോം, ഇതൊക്കെ എനിക്ക്, പക്ഷെ ഞാൻ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ കാണുന്നില്ല. ഇപ്പൊ റിയൽ സെൽഫ് ആരാണെന്ന് ഞാൻ, എല്ലാവരും ആ ഒരു ബോഡ്ലി കൺസെപ്ഷൻ ലൈഫിലാണ് ഇപ്പോഴും. ഓക്കെ, അപ്പോൾ ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്നതും അതേപോലെയാണ്. അപ്പോൾ ആ ഒരു തലത്തിൽ നിന്ന് നമ്മൾ ഉയരണം. ഹീസ്
his self is different from his material body. And when further advance, further advance impersonal Brahman, knowledge of the impersonal Brahman, and from his material body, and Paramatma. അപ്പോൾ ആദ്യം ആത്മാവ്, പിന്നെ ഇംപേഴ്സണൽ ബ്രഹ്മൻ, പിന്നെ പരമാത്മ. ഓക്കെ, അങ്ങനെയുള്ള പതുക്കെ പതുക്കെ നമ്മൾ ഉയരത്തിലോട്ട് പോകണം ആ അറിവിൽ. When one is fully purified, he realizes that his constitutional position is to be the eternal servant of the Lord. Okay, എന്താണ് his constitutional position is to be eternal servant of the Lord? ഏത് ശ്ലോകമാണ്? ചൈതന്യ ചരിതാമൃതത്തില് ജീവേര സ്വരൂപ കൃഷ്ണ ജീവേര സ്വരൂപോഹേ കൃഷ്ണേര നിത്യദാസ്. അതാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ. ഈ തലത്തിലേക്ക് നമ്മൾ വരും. ഇപ്പൊ നമ്മൾ അത് അറിയാം, തിയറിറ്റിക്കൽ അറിയാം, പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ ആ തലത്തിൽ എത്തിയിട്ടില്ല. നമ്മൾ ഭഗവത്ഗീതയിലും ബാക്കി എല്ലാ സ്ക്രിപ്റ്റേഴ്സിലും നമ്മൾക്ക് വായിച്ചിട്ടുള്ള പരിചയമുണ്ടെന്നല്ലാണ്ട് എല്ലാ സമയത്തും നമ്മൾ വായിക്കുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ തലത്തിൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ജീവിക്കുന്നില്ല എന്ന് മാത്രം. ഓക്കെ, ജീവേര സ്വരൂപമായി കൃഷ്ണേര നിത്യദാസ് എല്ലാവരും എപ്പോഴും പറയുന്നതാണ്. പക്ഷെ അതിൻ്റെ ഇൻഡെപ്ത് മീനിങ്ങും അതിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനും നമ്മൾ എത്രത്തോളം ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ എല്ലാവരും ഓരോരുത്തരും ഇൻട്രോസ്പെക്ട് ചെയ്യണം. വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ ജീവേര സ്വരൂപോഹേ കൃഷ്ണേര നിത്യദാസ്. എന്താണ് ശുദ്ധ ഭക്തി എന്ന് ശ്രീമദ് ഭാഗവതനും പറയുന്നുണ്ട്. എന്താണ്? സവൈപം സാം പരോധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസിദ്ധതി. അതാണ് അഹൈതുകി അപ്രതിഹത. അഹൈതുകി, without any expectation or motivation, without any hindrance, without any interval, continuous. എന്താണ്? Always remember Krishna, never forget Krishna. സ്മർത്തവ്യം സതതം വിഷ്ണുർ വിസ്മർത്തവ്യം ന ജാതുജി. ആ സ്റ്റേജിൽ എത്തിയാലേ നമ്മുടെ ശുദ്ധഭക്തന്മാരാവുന്നുള്ളൂ. അതുവരെ നമ്മൾ എന്താണ് ബോഡ്ലി കൺസെപ്ഷൻ ഓഫ് ലൈഫിലായിരിക്കും. കാരണം നമ്മൾ വിചാരിക്കും, കുറേ നേരം നമ്മൾ സ്പിരിച്വൽ കാര്യങ്ങളിൽ ഏർപ്പെട്ടു, നമ്മുടെ മെറ്റീരിയൽ കാര്യങ്ങൾ നമുക്ക് കുറെ ചെയ്ത് തീർക്കാണ്ട്, നമ്മളുടെ കടമകൾ ഒരുപാടുണ്ട്, അതും ചെയ്യണ്ടേ. അപ്പൊ അത് രണ്ടും രണ്ടായിട്ട് കാണുന്ന ആൾക്കാരാണ് ഇപ്പോഴും, ഞാൻ എസ്പെഷ്യലി ആയിട്ടും. നിങ്ങളല്ല. അത് സ്പിരിച്വൽ 1 മണിക്കൂർ 2 മണിക്കൂർ അത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എൻ്റെ ശരീരവും ശരീരത്തിന് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ രണ്ട് തരത്തിൽ കാണുന്നത്. പക്ഷെ നമ്മളുടെ വൈഷ്ണവ പരമ്പര, നമ്മുടെ വൈഷ്ണവാചാര്യന്മാർ നമ്മൾ പഠിക്കുന്നത് നമ്മളുടെ ആക്ടിവിറ്റി എല്ലാം സ്പിരിച്വലൈസ് ചെയ്യണം. അതിന് രണ്ടായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഗുരു മഹാരാജിനോടും ചോദിച്ചു, ഗുരു മഹാരാജിനോട് പല ഡിസൈപ്പിളും ചോദിച്ചു, എങ്ങനെ ഇത് രണ്ടും, അതായത് മെറ്റീരിയൽ ലൈഫും സ്പിരിച്വൽ ലൈഫും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനെ ഒരു ലൈഫില്ല. സ്പിരിച്വൽ ലൈഫൊന്നും അല്ലെങ്കിൽ മെറ്റീരിയൽ ലൈഫൊന്നും ഇല്ല. ഒരൊറ്റ ലൈഫുള്ളൂ, അത് സ്പിരിച്വൽ ലൈഫാണ്. നമുക്ക് മാത്രമേ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കംപ്ലീറ്റ് ലൈഫ് ഒരു ലൈഫാണ്, സ്പിരിച്വൽ ലൈഫ്. അവർക്ക് മെറ്റീരിയൽ ലൈഫ് സെപ്പറേറ്റ് ഇല്ല. എന്ത് ചെയ്യുന്നു അതെല്ലാം ഭഗവാന് സമർപ്പണം ചെയ്ത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നു. ശുദ്ധഭക്തൻ ഓഫീസിൽ പോകുന്നതും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. കുട്ടികളെ വളർത്തുന്നതും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. പണം സമ്പാദിക്കുന്നതും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. പക്ഷെ നമ്മളത് രണ്ടായിട്ട് കാണുന്നു. അപ്പോൾ അത് ആ തലത്തിന് മാറി എല്ലാം നമ്മൾ സ്പിരിച്വലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് അഹൈതുക്കി, വിത്തൗട്ട് എനി എക്സ്പെക്ടേഷൻ, വിത്തൗട്ട് എനി മോട്ടിവേഷൻ ആ തലത്തിലേക്ക് വരാൻ പറ്റും. അഹൈതുക്കി അപ്രതിഹത യയാത്മ സുപ്രസിദ്ധ. അപ്പോഴാണ് നമ്മുടെ ആത്മാവിന് സന്തുഷ്ടി ഉണ്ടായിരിക്കുള്ളൂ. Okay, but in the preparatory stage, the man who is in full knowledge of the Supreme Lord and is at the same time executing devotional service is very dear to the Lord. He who is situated in pure knowledge of the transcendence of the Supreme Personality of Godhead is so protected in devotional service and material contamination cannot touch him. അപ്പോൾ അങ്ങനത്തെ ഡിവോട്ടീസിനെ, ഭക്തന്മാരെ ഭഗവാൻ സംരക്ഷിക്കും. ഭഗവാൻ എങ്ങനെ സംരക്ഷിക്കും എന്ന് പറയുന്നത്? അങ്ങനത്തെ ഭക്തന്മാരെ ഭഗവാൻ എങ്ങനെ സംരക്ഷിക്കും?
He who is situated in pure knowledge of the transcendence of the Supreme Personality of Godhead is so protected in devotional service that material contamination cannot touch him. എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം ഭഗവാൻ? ഉദാഹരണം എന്തെങ്കിലും പറയാൻ പറ്റും? ഭക്തന്മാരുടെ ഡിവോഷണൽ സർവീസ് പ്രൊട്ടക്ട് ചെയ്യുന്നു ഭഗവാൻ. So how can you substantiate this from our scriptures? Prahlad Maharaj. അല്ല, മെറ്റീരിയലി കണ്ടാമിനേറ്റ് ആവാതെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു അല്ലേ പ്രഭുജി? ഹരിദാസ് ഠാക്കൂർ. അല്ല, ഭാരത് മഹാരാജ്, ചിത്രകേതു എക്സാമ്പിൾ. ഓക്കെ, അവരുടെ ഡിവോഷൻ സർവീസിനെ ഭഗവാൻ ഒരു കോട്ടം വരുത്തിയില്ല, പ്രൊട്ടക്ട് ചെയ്തില്ലേ? ശരീരത്തിനല്ല ഭഗവാൻ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും ഓ നമുക്കൊരു എന്താ പറയുക, കയ്യിൽ വേദന വന്നു, കാല് വേദന വന്നു, തലവേദന വന്നു, അതിനെ ഇല്ലാതാക്കിയാൽ ഭഗവാൻ ശരിയാണ്. അത് ഭഗവാൻ നമ്മളുടെ കർമ്മത്തിന് വിട്ട് തന്നിരിക്കുന്നു. നമ്മളുടെ ഡിവോഷണൽ സർവീസിനെ ഭഗവാൻ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. മറ്റേ നമുക്ക് ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, അതിന് ഭഗവാന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് അസുഖം വന്നാൽ അതിനുള്ള വേണ്ടുന്ന ഇതെല്ലാം ഡയഗ്നോസ് ചെയ്തിട്ട് മരുന്ന് തന്നാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും ഒരു ഓർഡിനറി പേഴ്സൺ. ഓക്കെ, കുറച്ച് ആ മെഡിസിൻ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഡിവോഷണൽ സർവീസ് പ്രൊട്ടക്ട് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റും? അത് ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാർക്കും മാത്രമേ അറിയുള്ളൂ. അപ്പൊ അതാണ് ഗ്യാരണ്ടി പറയുന്നവിടെ. ഓക്കെ, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഈസ് സോ പ്രൊട്ടക്റ്റഡ് ഇൻ ഡിവോഷണൽ സർവീസ് ദാറ്റ് മെറ്റീരിയൽ കണ്ടാമിനേഷൻ കൻ. അപ്പോൾ ഒരു മെറ്റീരിയൽ കണ്ടാമിനേഷനും ടച്ച് ചെയ്യില്ല. അതുകൊണ്ടാണ് ജഡഭരതനായപ്പോ ഒന്നിനും റിയാക്ട് ചെയ്യാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞത്. എന്ത് തന്നെ ആൾക്കാർ ബ്ലാസ്ഫം ചെയ്താലും ശരി, അക്യൂസ് ചെയ്താലും ശരി, അബ്യൂസ് ചെയ്താലും അതൊന്നും അദ്ദേഹത്തിനെ ബാധിച്ചില്ല. കാരണം അതെല്ലാം ഓൺ ദ ബോഡ്ലി പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഭഗവാൻ ഭക്തന്മാരുടെ എന്തിനാണ് പ്രൊട്ടക്ട് ചെയ്യണത്? ഭക്തിയെ പ്രൊട്ടക്ട്. അപ്പോ ഭരത് മഹാരാജാണ് ഒരു മാനിന്റെ ശരീരം കിട്ടി, അതെന്തായിക്കോട്ടെ, തന്റെ ഭക്തി ഇൻടാക്റ്റ് ആയിട്ടുണ്ടായിരുന്നു അവിടെ. ഓക്കെ, ഒരു പേഴ്സണിന് കൂടിയും അവിടെ കുറഞ്ഞിട്ടില്ല ഭക്തി. ശരീരം ഇമ്മെറ്റീരിയലാണ്, എന്ത് തന്നെ ശരീരം കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, ഭക്തി കുറയരുത്. വൃത്താസുരന്റെ, ചിത്രകേതു അല്ലേ? ചിത്രകേതുവിന്റെ ഭക്തി ഈവൻ ഒരു അസുര കുടുംബത്തിൽ ജനിച്ച അസുരനായിട്ട് ജനിച്ചിട്ടും അദ്ദേഹത്തിന്റെ ഭക്തിക്ക് യാതൊരു കോട്ടം തെറ്റിയിട്ടില്ല. ഇതാണ് ഭഗവാൻ നമ്മളുടെ ഭക്തിയെ പ്രൊട്ടക്ട് ചെയ്യണം. അത് ഏതൊരു സിറ്റുവേഷനിലും ഭക്തിക്ക് യാതൊരു കോട്ടം തട്ടാതെ നമ്മൾ സൂക്ഷിക്കണം. പല പല പ്രശ്നങ്ങളും ഭൗതിക തലത്തിൽ വരും. അത് എസ്പെഷ്യലി വെൻ വി ആർ ട്രൈങ് ടു അഡ്വാൻസ് ഇൻ ഡിവോഷണൽ സർവീസ്, എസ്പെഷ്യലി നമ്മുടെ ഭക്തി മാർഗത്തിൽ നമ്മൾ കൂടുതൽ അഡ്വാൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത പല പല പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കും. ആ പരീക്ഷയിൽ നമ്മൾ പാസ്സായാൽ നമ്മൾ ശുദ്ധഭക്തന്മാർ. അല്ല, അതിൽ നമ്മൾ പിന്തിരിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ കാരണം പിന്നെ നമ്മളുടെ പരീക്ഷയിൽ നമ്മൾ തോറ്റു എന്നർത്ഥം. ഒരുപാട് പ്രശ്നങ്ങൾ വരും, പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. ഭക്തി നമ്മൾ എത്രയും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നോ ഭൗതിക പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. ഉദാഹരണം നമ്മുടെ പ്രഭുപാദനെ എടുത്തു നോക്കും. എന്തെല്ലാം പ്രശ്നങ്ങൾ, ഭൗതിക തലത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. കാരണം ഹി വാസ് അഡ്വാൻസിങ് ഇൻ സ്പിരിച്വാലിറ്റി, സ്പിരിച്വൽ പെർസ്യൂട്ട് അല്ലേ? പക്ഷെ അതിനെല്ലാം തരണം ചെയ്തു. അതൊന്നും ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയില്ല, ഒരു എൻട്രൻസ് ആയില്ല. ഭഗവാന്റെ കൃപ കൊണ്ട് എല്ലാം, ഈവൻ പിന്നെ തൻ്റെ ഗുരു മഹാരാജിന്റെ ആ ആജ്ഞ, ആ നിർദ്ദേശം നിറവേറ്റാൻ വേണ്ടിയിട്ട് 70ാമത്തെ വയസ്സിൽ കടൽ കടന്ന് അമേരിക്കയിൽ പോകുന്ന സമയത്ത് ഓൺ ബോർഡ് ഓഫ് ജലദൂത 2 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നു. അപ്പോഴെങ്കിലും പ്രഭാതിക്ക് വിചാരിക്കുന്നു മതി, ഇനി ഞാൻ എന്തിനാ എത്ര ബുദ്ധിമുട്ടി പോകുന്നത്, ഞാൻ തിരിച്ചു വരാം വിചാരിച്ചു. ഇല്ല,
അതാണ് ഡിറ്റർമിനേഷൻ. ആ ഡിറ്റർമിനേഷൻ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. പകുതി വഴിയിൽ നമ്മൾ നിർത്തിപ്പോരും. നമ്മൾ വെറും അയ്യോ ഒരുപാട് ടെസ്റ്റ്, ഒരുപാട് പരീക്ഷണം, ആൾക്കാർ നമ്മുടെ പിന്നാലെ ഉണ്ടായിരിക്കും. ഞാൻ അപ്പോഴും പറഞ്ഞാണ് അവളോട് ഇതിൽ പോകണ്ട, ഭക്തി മാർഗത്തിൽ പോകണ്ട, ഓക്കെ, ഭഗവാൻ അത് ചെയ്യും ഇത് ചെയ്യും. കണ്ടില്ലേ ഇപ്പൊ അനുഭവിക്കുന്നത് കണ്ടില്ലേ? അനുഭവിക്കട്ടെ. നമ്മുടെ സ്വന്തം ആൾക്കാർ പറയും. അപ്പൊ നമ്മുടെ മനസ്സ് പറയും ശരിയാണ്, കണ്ടോ, ഞാൻ മറ്റുള്ളവരുടെ ഭക്തന്മാരുടെ വാക്കുകൾ കേട്ട് ഭക്തി മാർഗത്തിൽ വന്നു, ഇപ്പൊ അവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു, ഞാനിവിടെ ക്ലേശങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നു പറയും. ഇതെല്ലാം പരീക്ഷണങ്ങളാണ്. ഇതെല്ലാം തരണം ചെയ്ത് നമ്മുടെ ഭഗവാന്റെ ആ സേവനം, അതാണ് ഉത്തമ ഭക്തി എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ രക്ഷപ്പെട്ടു. അല്ല എവിടെയെങ്കിലും നമ്മൾ തിരിച്ചു വരാനുള്ള ആ ഒരു ഉദ്ദേശം മനസ്സിൽ വന്നാൽ, വഴിയിൽ ട്രെയിന് നമ്മൾ ഡെസ്റ്റിനേഷൻ എത്താതെ വഴിയിൽ ഇറങ്ങുന്ന പോലെ ഇരിക്കും. നമ്മുടെ ഗുരു മഹാരാജ്, യെസ്, ഗുരു മഹാരാജ് എന്തെല്ലാം പ്രോബ്ലംസ് ആണ്. 3-4 തവണ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനെ, ഗുരു മഹാരാജിനെ. 1-2 തവണയല്ല, 3-4 തവണ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ കഴിഞ്ഞു അല്ലേ? അപ്പൊ അതാണ് ആ ഡിറ്റർമിനേഷൻ. ഇതാണ് എല്ലാവർക്കും വേണ്ടത്. പക്ഷെ അതിന് ഭഗവാന്റെ കൃപ വേണം, അല്ലെങ്കിൽ ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരുടെ കമ്പാഷൻ വേണം. ഗുരു മഹാരാജിന്റെ ആ ഒരു കമ്പാഷൻ ഞാൻ പ്രഭു പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നാണ്. 2008 ബ്രെയിൻ ഹാമറേജ് വന്ന ശേഷം ശരീരത്തിൽ 9 ട്യൂബ്സ് ആണ് അത്രേ. എത്ര ട്യൂബ്സ്? 9 ട്യൂബ്സ് ശരീരത്തിൽ, പ്ലസ് വെന്റിലേറ്റർ ആണ്. ഓക്കെ, ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിൽ ഗുരു മഹാരാജ് സംസാരിക്കാൻ പറ്റില്ല. ഇവിടെ എല്ലാ ദിക്കിലും ട്യൂബ്സ് ആണ്, 9 ട്യൂബ്സ് പ്ലസ് വെന്റിലേറ്റർ. ആ സമയത്ത് ഒരു നേഴ്സ് അറ്റൻഡന്റ് ഗുരു മഹാരാജിനെ അറ്റൻഡ് ചെയ്യാൻ വന്നു. അപ്പോൾ മഹാവരാഹപ്രഭു അവിടെ ഉണ്ടായിരുന്നു. മഹാവരപ്രഭുവിനോട് ഒരു പെന്നും ഒരു കടലാസും ചോദിച്ചു ഗുരു മഹാരാജ്. എന്നിട്ട് എഴുതിയിട്ട് എന്താണ് എഴുതി കൊടുത്തറിയോ? ഈ നേഴ്സിനോട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാൻ വേണ്ടിയിട്ട് പറയാൻ, റിക്വസ്റ്റ് ചെയ്യാൻ. ആലോചിച്ച് നോക്കൂ, ഇവിടെ അടുത്ത നിമിഷത്തിൽ മരിക്കുകയോ ജീവിക്കുകയോ എന്ന് അറിയാതെ കിടക്കുന്ന ആ ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ ആ ഒരു ചിന്തയാണ്, അവരെ എങ്ങനെയെങ്കിലും കൃഷ്ണ കോൺഷ്യസ് ആക്കാൻ അല്ലെങ്കിൽ ഗോഡ് കോൺഷ്യസ് ആക്കാൻ. 9 ട്യൂബ് 10 ട്യൂബ് മരണശൈലിയിൽ കിടക്കുന്നതാണ്. അടുത്ത നിമിഷം ജീവിക്കുമെന്ന് അറിയില്ല. അതിനെപ്പറ്റി യാതൊന്നും ചിന്തിക്കാണ്ട് ആ ഒരു മറ്റൊരു വ്യക്തിക്ക് എങ്ങനെയെങ്കിലും കൃഷ്ണ കോൺഷ്യസ് ആക്കണം, എഴുതി കൊടുക്കണം. മഹാവരപ്രഭുവിനോട് എഴുതി കൊടുക്കണം, പ്ലീസ് ആസ്ക് ടു ചാൻറ്റ് ഹരേ കൃഷ്ണ. ആലോചിച്ചു. സോ ദിസ് ഇസ് കമ്പാഷൻ. അപ്പൊ അങ്ങനെ കമ്പാഷനുള്ള ശുദ്ധ ഭക്തന്മാരുടെ ആ കമ്പനിയിൽ, അവരുടെ നിർദ്ദേശത്തിലും അവരുടെ സംരക്ഷണത്തിലും നമ്മൾ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഒരു ദിവസം ഭഗവാന്റെ കൃപ കൊണ്ട് ആ തലത്തിലേക്ക് എത്താൻ പറ്റും എന്നാണ് തീർച്ചയായിട്ടും. ഇതാണ് Supreme Personality of Godhead. God is so protected in devout service that material contamination cannot touch him. അതായത് ഭൗതിക തലത്തിലുള്ള ഒരു കണ്ടാമിനേഷനും ഒരു മാലിന്യം നമ്മളെ ടച്ച് ചെയ്യില്ല. ഭഗവാന്റെ ആ കൃപയുണ്ടെങ്കിൽ, ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ. ശരീരം നമ്മളിപ്പോൾ അത് പറയുന്നത് പല അസുഖങ്ങളും അതൊക്കെ വന്നിരിക്കാം. അതൊക്കെ ടെമ്പററി ആണ്. അതൊക്കെ ഭൗതിക തലത്തിൽ എന്ന് വരും നാളെ പോകും. ഫേസ് ആൾസോ വിൽ ഗോ, വരില്ലേ? അത് പോവും, വന്നും പോയിക്കൊണ്ടിരിക്കും, മറക്കും ചെയ്യും നമ്മൾ. എത്ര തന്നെ വലിയ ഒരു പ്രശ്നം വന്നാലും ശരി, കാലം നമ്മളത് ടൈം വിൽ മേക്ക് us forget. അപ്പോൾ അതിൻ്റെ പിന്നാലെ അതിനെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യാണ്ട് കൂടുതൽ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി അതിനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള സ്ട്രെങ്ത്തും അതിനെ ഓവർകം ചെയ്യാനുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ എല്ലാം ഭഗവാൻ നമുക്ക് തരും. അതാണ് മെയിനായിട്ട് വേണ്ടത്. അല്ലെങ്കിൽ കൊളാപ്സ് ആവും.
ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ മതി. അയ്യോ, ഞാൻ ഇത്ര കാലം ഞാൻ ഭഗവാനെ സ്തുതിച്ചില്ലേ, ഭഗവാന്റെ നാമം ചെയ്തില്ലേ, അത് ചെയ്തില്ലേ, എനിക്ക് ഇങ്ങനെ വന്നില്ലേ. ആർക്കും ഇതെല്ലാം പോണം, ഇതെല്ലാം കരിച്ച് കളയണം, ഇതെല്ലാം ഫ്രൈ ചെയ്തിട്ട് കളയണം. അതെല്ലാം എത്രത്തോളം അതെല്ലാം പോവാണ് നമ്മുടെ ആ ദുഷ്കർമ്മങ്ങളെല്ലാം നശിച്ചു പോവാണെന്ന് നമ്മൾ വിചാരിക്കാം. അത്രയും. So that's it. So text 18 next week le Hare Krishna. Vancha kalpatarubhyasya kripa sindhubhyeva cha patitanam pavanebhyo vaishnavebhyo namo. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, ताई गो प्रेमानंदे हरि हरि. അടുത്ത ഒന്ന് മാർക്ക് ചെയ്തോളൂ കേട്ടോ. ഹരേ കൃഷ്ണ.